സുഹൃത്തുക്കളെ, അടുത്തൊരു ഖബർ നാടകത്തിലേക്ക് നിങ്ങളെ ഏവരെയും സഹൃദയം ക്ഷണിക്കുകയാണ്. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കല്ലറയിൽ അഭിനയിച്ച അതേ കഥാപാത്രങ്ങളിൽ നേരിയ വ്യത്യാസം വരുത്തി ക്യാമറകളെയും കൂട്ടി വീണ്ടും നമ്മൾ മറ്റൊരു ഖബർസ്ഥാനിലെത്തിയിട്ടുണ്ട്. ഇങ്ങ് നിലമ്പൂരിൽ ആര്യാടൻ്റെ ഖബർസ്ഥാനിൽ ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്ന് തോന്നിപ്പിക്കും വിധം മകൻ ആ വിയോഗത്തിന് ശേഷം ആദ്യമായി ന്യൂസ് ക്യാമറകളുമായി ഖബർസ്ഥാനിലെത്തി പൊട്ടി കരയുകയാണ്. സുഹൃത്തുക്കളെ, പൊട്ടി കരയുകയാണ്. അപ്പുകുട്ടാ, നീ വന്നേ. ഓവറാക്ട് ചെയ്ത് ചളവാക്കാനാ പുല്ലേ. പുതുപ്പള്ളിയിൽ നിന്ന് നിലമ്പൂരിലേക്ക് എത്തുമ്പോഴും സ്ക്രിപ്റ്റ് പഴയത് തന്നെയാണ്. സതീശൻ്റെ തന്ത്രമാണ്. വേണമെങ്കിൽ ഇനിയിപ്പോൾ ആര്യാടൻ്റെ ഖബർസ്ഥാനം അതൊരു വിശുദ്ധ ഇടമാക്കി പ്രഖ്യാപിക്കും. കോൺഗ്രസ്സുകാരുടെ ഒരു തീർത്ഥാടന യാത്ര തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ആര്യാടൻ മുഹമ്മദിൻ്റെ ഖബറിടത്തിലേക്ക് ഇനി ഒരു കൂട്ടയാത്രയുണ്ടാകും. സ്വാഭാവികമായിട്ടും കല്ലറകളൊക്കെ ആണല്ലോ നമ്മളുടെ വീക്ക്നെസ്. ആ വീക്ക്നെസ് ജനങ്ങളുടെ ഇടയിലോട്ട് കൊണ്ടുവന്ന് പിതാവിൻ്റെ കല്ലറയോട് സ്നേഹമുള്ള പുത്രൻ പിതാവിൻ്റെ തഴമ്പുകളെക്കുറിച്ച് ചർച്ച ചെയ്യിച്ച് മകനെ തെരഞ്ഞെടുപ്പ് വിജയിപ്പിക്കുക. മകന് വേറെ ഗുണമൊന്നും ഇല്ലെങ്കിലും പിതാവിൻ്റെ ഗുണഗണങ്ങളും പിതാവ് ഇന്നലകളിൽ ചെയ്ത കാര്യങ്ങൾ മകനു വേണ്ടി പറയുക. ആ സഹതാപത്തിലൂടെ കുറച്ച് വോട്ട് വളച്ചെടുക്കുക. ഇതിൻ്റെ തുടക്കമാണ് ആ കണ്ടത്. നാട്ടുകാർക്കിത് കാണുമ്പോൾ പറയാനുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ, അപ്പുകുട്ടാ ഓവറാക്കല്ലേ, എണി നല്ല സൂപ്പർ അഭിനയം. നാട്ടുകാർക്കിത് കണ്ടാൽ മനസ്സിലാകത്തില്ല. ലോകത്ത് ആരുടെയും ബാപ്പമാർ മരണപ്പെട്ട ഖബറിലേക്ക് ചെല്ലുന്ന സന്ദർഭങ്ങളിൽ എല്ലാ വർഷവും ഇതുപോലെ ക്യാമറകൾ വിളിച്ചു കൊണ്ടുവന്ന് മുട്ടുകുത്തിയിരുന്ന് പൊട്ടി കരയാറുണ്ടോ? ഇല്ലല്ലോ. ഓർമ്മകൾ പുതുക്കാറേ ഉള്ളൂ. അതല്ലെങ്കിൽ തന്നെ 2021 തെരഞ്ഞെടുപ്പിൽ ഇതേ ഖബർ അവിടെ ഉണ്ടായിരുന്നു, ഇതേ കോൺഗ്രസ്സുകാരും ഉണ്ടായിരുന്നു. പക്ഷേ സീറ്റ് ഷൗക്കത്തിന് കൊടുത്തില്ല, VV പ്രകാശിനാണ് കൊടുത്തത്. 2016 സീറ്റ് കൊടുത്തപ്പോൾ ഇതേ ബാപ്പാൻ്റെ മോനാണ് അവിടെ അന്തസ്സായിട്ട് തോറ്റത്. പിന്നെ ഇപ്പോൾ എന്താണ് ഖബറിൽ ചെന്ന് കരച്ചിലും നിലവിളിയും നെഞ്ചത്തിടിയും എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ ഒരുതരം ഷോ ഓഫ് അല്ലേ? അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരുടെ ആചാരങ്ങൾ ഇങ്ങനെയൊക്കെയാണല്ലോ. ലെഗസികളിൽ പിടിക്കുക, രാഷ്ട്രീയം പറയാനില്ലാത്തത് കൊണ്ട് എങ്ങനെയൊക്കെ ആൾക്കാരുടെ വൈകാരികത ഉണർത്തുക. ആ വൈകാരികതയ്ക്ക് വേണ്ടി ഇത്രയും കാലം ആ ഖബറിലേക്ക് പോയിട്ടില്ലെങ്കിലും ഇന്നിപ്പോൾ രാവിലെ സ്ഥാനാർത്ഥിയായ ഉടനെ ക്യാമറകളും കോൺഗ്രസ്സുകാരെല്ലാമായി അവിടെ ചെല്ലുന്നു. സാധാരണ ഇതെല്ലാം സ്വകാര്യ ചടങ്ങുകളായി മാറുകയാണ് ചെയ്യുന്നത്. പക്ഷേ സ്വകാര്യമായി കഴിഞ്ഞാൽ നാട്ടുകാർ അറിയില്ലല്ലോ. അതുകൊണ്ട് നാട്ടുകാരനെ കാണിക്കാൻ വേണ്ടി ബാപ്പാൻ്റെയോടുള്ള ആ സ്നേഹം അദ്ദേഹം അപ്പുക്കുട്ടൻ സ്റ്റൈലിൽ അഭിനയിച്ച് തീർത്തു. ഇതൊക്കെ നാട്ടുകാർ കാണുമ്പോൾ ഇത് ബാപ്പാൻ MLA ആയിരിക്കുമ്പോൾ ഉള്ള വിയോഗത്തെ തുടർന്ന് നടക്കുന്ന തെരഞ്ഞെടുപ്പല്ല, ഈ നമ്പർ അത്ര അങ്ങോട്ട് വർക്കാവില്ല എന്ന് മോനെ ഓർമ്മിപ്പിക്കുകയാണ്. കാര്യം കുടുംബ രാഷ്ട്രീയമാണല്ലോ, പിൻവാതിൽ നിയമനങ്ങളാണല്ലോ. കോൺഗ്രസിൽ നിലമ്പൂരിൽ കഴിവുറ്റവരോ അല്ലെങ്കിൽ മത്സരിക്കാൻ തക്ക മറ്റ് നേതാക്കന്മാരൊന്നും ഇല്ലല്ലോ. ആകെ പരിഗണിച്ച VS ജോയിയെ മറ്റു പല ഓഫറുകളും കൊടുത്ത് ചെത്തക്കൊമ്പിൽ കയറ്റി നിർത്തിയിരിക്കുകയാണല്ലോ. എന്തായാലും നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ പതിവ് തെറ്റിക്കാതെ കല്ലറകളിൽ നിന്ന് അല്ലെങ്കിൽ ഖബർസ്ഥാനിൽ നിന്ന് തന്നെ കോൺഗ്രസ് തുടക്കം കുറിച്ചിട്ടുണ്ട്. അത് കൃത്യമായിട്ട് ക്യാമറകളെ ഓപ്പറേറ്റ് ചെയ്ത് അവിടെ എത്തിച്ച് നമ്മൾ ആദ്യത്തെ സെന്റിമെന്റ്സിലൂടെ സ്കോർ ചെയ്തു എന്ന് സ്വയം കരുതുകയാണ്. പക്ഷേ ഇതൊന്നും കൊണ്ട് ഒരു കാര്യവും ഇല്ലെന്ന് സ്ക്രിപ്റ്റ് ഇട്ടവരെയും ചെയ്തവരെയെല്ലാം ഓർമ്മിപ്പിക്കുകയാണ്. കാര്യം നിലമ്പൂരുകാർ പഴയ നിലമ്പൂരുകാരല്ല, അവർക്കറിയാം കാര്യങ്ങളെക്കുറിച്ച്. ആര്യാടൻ ഷൗക്കത്ത് ഇന്നലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായി അവിടെ വന്ന വ്യക്തിയുമല്ല. 2016 ഇതേ ആര്യാടൻ ഷൗക്കത്തിനെ അവർ കണ്ടതാണ്. പിന്നീട് അദ്ദേഹം പാർട്ടി ചാടി പോകാനിരുന്നപ്പോഴും കണ്ടതാണ്. പിന്നെ ഇപ്പോൾ ബാപ്പാ എൻ്റെ ബാപ്പ എന്നൊക്കെ പറഞ്ഞ് ചെല്ലുമ്പോൾ അതൊക്കെ ഒരുതരം തരികിട നമ്പറാണെന്ന് മനസ്സിലാക്കാനുള്ള ശേഷി ആ നാട്ടുകാർക്കുണ്ടെന്നേ പറയാനുള്ളൂ.